ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിന് അംഗീകാരമായിരിക്കുന്നു. ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചു. ചരിത്ര മുഹൂർത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരാർ ഇരു രാജ്യങ്ങൾക്കും നേട്ടമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രിട്ടനിലെ സന്ദർശനം തുടരുന്നു. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ഇന്ത്യയിലെ ഭക്ഷ്യം, വസ്ത്രം, ആഭരണം, സമുദ്രോൽപ്പന്നങ്ങൾ, എഞ്ചിനീയറിംഗ്, സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങി ബ്രിട്ടനിൽ കയറ്റുമതി ചെയ്യുന്ന 99% വസ്തുക്കൾക്കും തീരുവ ഒഴിവാകും. ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് കരാർ ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. आज हमारे संबंधों में एक ऐतिहासिक दिवस है. मुझे प्रसन्नता है कि कई वर्षों की मेहनत के बाद आज दोनों देशों के बीच कॉम्प्रिहेंसिव इकोनॉमिक एंड ट्रेड एग्रीमेंट संपन्न हुआ है. വ്യാപാര കരാറിൽ ഇന്ത്യയോട് നന്ദി പറഞ്ഞ ബ്രിട്ടൻ പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ. This is the biggest and most economically significant trade deal that the UK has made since leaving the EU. And I think I can say that it's one of the most comprehensive deals that India has ever done. So thank you, Prime Minister, for your leadership and for your pragmatism. സുരക്ഷ, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാകും. UKയിലെ 6 സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസുകൾ ആരംഭിക്കും. പഹൽഗാം ഭീകരാക്രമണം പരാമർശിച്ച പ്രധാനമന്ത്രി ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ സമീപനത്തിൽ ഇരട്ടത്താപ്പില്ലെന്നും ആവർത്തിച്ചു. അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരിച്ച UK പൗരന്മാർക്ക് പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. ബ്രിട്ടൻ പ്രധാനമന്ത്രി കിയർ സ്റ്റാമറിനെ നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. 24 ഡൽഹി.